ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നൊരു ഹോണ്ട ബ്രഷ് കട്ടർ റിപ്പയറിങ്ങിൻ്റെ വീഡിയോ ആണ്. ഇന്നലെ വൈകുന്നേരം വരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തതാണ്. പക്ഷേ അവസാന നിമിഷം ഇത് തനിയെ ഓഫാവുകയാണ് ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടായി. പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തനിയെ ഓഫായിപ്പോയി. എന്താണ് പ്രശ്നം എന്നറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടാങ്കിൽ പെട്രോളൊക്കെ ഉണ്ട്. പ്രൈം ബൾബ് 1, 2, 3 പ്രാവശ്യം പ്രസ് ചെയ്യാം. പിന്നെ ചോക്ക് പൊസിഷനിൽ വെച്ചാൽ വലിച്ചു നോക്കാം. സ്വിച്ച് ഓൺ പൊസിഷനിൽ. ഇത് 20 വർഷത്തോളം പഴക്കമുള്ള ഒരു മെഷീനാണ്. ഇനി നമുക്ക് LM കീ ഉപയോഗിച്ച് ബോഡി കവർ റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞ് ആദ്യം തന്നെ പ്ലഗിൽ സ്പാർക്ക് വരുന്നുണ്ടോ നോക്കാം. പ്ലഗിന് കരിയോ മറ്റോ പിടിച്ച് പ്ലഗ് വർക്ക് ചെയ്യാത്ത ഒരു പൊസിഷൻ ആണോ എന്ന് നോക്കാം. ആദ്യമായി പ്ലഗ് റെഞ്ച് ഉപയോഗിച്ച് പ്ലഗ് റിമൂവ് ചെയ്ത് നോക്കാം. പ്ലഗിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയപ്പോൾ ഒരുപാട് കാർബൺ ഡിപ്പോസിറ്റ് പ്ലഗിനകത്തുണ്ട്. ഇത് ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് സ്പാർക്ക് ശരിയാണെന്ന് നോക്കണം. പെട്രോളോ മണ്ണെണ്ണ ഉപയോഗിച്ച് ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് പ്ലഗ് ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതിനുശേഷം സ്പാർക്ക് വരുന്നുണ്ടോ എന്ന് ഇതുപോലെ വലിച്ചു നോക്കാം. സ്പാർക്ക് കാണാനുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, ഇതിനകത്ത് പെട്രോൾ ഓവർഫ്ലോ ആയിട്ടുണ്ടെങ്കിൽ, എൻജിൻ ഫ്ലഡ് ആയിട്ടുണ്ടെങ്കിൽ ആ പെട്രോളൊക്കെ നീക്കം ചെയ്യാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ വലിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് പ്ലഗ് ഫിറ്റ് ചെയ്യാം. ഒരു മീഡിയം ടൈറ്റ് മതി, ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ടും എത്ര വലിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പോൾ പ്ലഗ് ഇഗ്നിഷൻ്റെ ഭാഗം ഓക്കെയാണ്. ഇനി കാർബറേറ്റർ സൈഡാണ് നോക്കാനുള്ളത്. കാർബറേറ്ററിൻ്റെ കവർ അയച്ചു കഴിഞ്ഞപ്പോൾ ഫിൽറ്ററിൽ ഒരുപാട് അഴുക്ക് പിടിച്ചിരിക്കുന്നത് കാണാം. ഇതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ നമുക്ക് കാർബറേറ്ററിൻ്റെ പ്രശ്നമാണെന്നറിയാൻ ഒരു ചെറിയ ടെക്നിക്ക് ചെയ്ത് നോക്കാം. ചെറിയൊരു പീസ് തുണി പെട്രോളിൽ മുക്കി, ചെറിയൊരു കോട്ടൺ പീസ് കാർബറേറ്ററിൻ്റെ അകത്തേക്ക്, എയർ ഇൻടേക്ക് ഭാഗത്തേക്ക് നനച്ച് വെച്ച് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ നേരിട്ട് എഞ്ചിനകത്തേക്ക് പെട്രോൾ പ്രവേശിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എൻജിൻ പതിയെ സ്റ്റാർട്ടാകാൻ തുടങ്ങുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ കാർബറേറ്റർ ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ് പെട്രോൾ എഞ്ചിനകത്ത് എത്തുകയും സ്പാർക്ക് പ്ലഗ് ഒക്കെ അതുകൊണ്ട് എൻജിൻ സ്റ്റാർട്ടാകാൻ തുടങ്ങിയാണ്. എൻജിൻ കുറച്ചും കൂടി സ്റ്റാർട്ടായി കഴിഞ്ഞപ്പോൾ കാർബറേറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് എവിടെയോ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. പെട്രോൾ ലൈനിൽ പെട്രോൾ അകത്ത് കിടക്കുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു. ആ തടസ്സം ഇപ്പോൾ നീങ്ങി കിട്ടി എൻജിൻ ചെറിയ കാർബറേറ്ററിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഫിൽറ്റർ എലമെൻ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇതാകെ അഴുക്ക് പിടിച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ ഇതിനകത്ത് ഉള്ള പൊടിയും അഴുക്കുമാണ്. ഇത് പെട്രോളിലോ കെറോസിൻ മണ്ണെണ്ണയിലോ മുക്കി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ഇനി ഇത് നല്ലപോലെ ഉണക്കാൻ വെക്കണം. ഫിൽട്ടർ എലിമെൻ്റ് അങ്ങനെ പെട്രോളിൽ നന്നായി കഴുകി ഉണക്കിയതിന് ശേഷം ഒരു 5-6 തുള്ളി എൻജിൻ ഓയിൽ കൂടി അതിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അവ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് സ്പ്രെഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ എലമെൻ്റ് ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ ഓയിൽ അതിൽ നനക്കുന്നത് കൊണ്ട് എഞ്ചിനകത്തേക്ക് ഓയിലിൻ്റെ അംശത്തോടു കൂടിയ പെട്രോൾ പ്രവേശിക്കുകയും സിലിണ്ടർ, പിസ്റ്റൺ റിങ്സ് എന്നിവയ്ക്കുള്ള തേയ്മാനം കുറയാൻ സഹായിക്കുകയും, കൂടാതെ നനഞ്ഞിരിക്കുന്ന ഈ ഓയിൽ കൂടുതൽ പൊടിപടലങ്ങളെ ആഗിരണം ചെയ്ത് നല്ല രീതിയിൽ ഫിൽട്ടർ പ്രവർത്തിക്കുന്നതിനും സഹായകമാണ്. ഈ ഫിൽട്ടർ എലമെൻ്റ് ഇല്ലാതെ എഞ്ചിൻ ഒരിക്കലും പ്രവർത്തിപ്പിക്കരുത്. സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം.